സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ജാനത ടീച്ചർ ചോദിക്കായിരുന്നു മോളോട്. മോള് വീട്ടിലുണ്ടെങ്കിൽ എന്നാ ജാനത മോള് സംസാരിക്കും, കുഴപ്പമില്ല. സ്വന്തം പേരൊന്നും വെളിപ്പെടുത്തണ്ടെന്ന് പറയണേ. ചോദിച്ചോളൂ അപ്പോഴത്തേക്ക്. ഹലോ ഹലോ മോളെ, വെൽക്കം. നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നിന്റെ വിഷമത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുവാണ്. കാണാനൊന്നും പറ്റില്ല, പക്ഷെ എന്ത് സഹായത്തിന് നമ്മൾ ഉണ്ടാകും. ആദ്യം മോളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ അകപ്പെട്ടതൊരു പ്രയാസമാണ് എന്ന് മനസ്സിലാക്കി. എന്തായിരുന്നാലും വീണു, അവിടെ കിടക്കാൻ നിനക്ക് പറ്റിയില്ല, എഴുന്നേൽക്കണം എന്ന് തോന്നിയല്ലോ. അതുകൊണ്ട് അതിന് ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് മോളെ. പിന്നെ എങ്ങനെയായിരുന്നു മോളെ ഈ റിലേഷൻഷിപ്പിലേക്ക് മോള് പോയത്? എങ്ങനെയായിരുന്നു ആ സൗഹൃദം? അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുചേർ പറയുന്നതിന് മോക്ക് ബുദ്ധിമുട്ടുണ്ടോ? മോളുടെ പേരൊന്നും പറയണ്ട, സ്ഥലവും പറയണ്ട. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതയാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും എനിക്ക് 9ലും 8ലും ഒന്നും കണ്ടിന്യൂസ് പോകാൻ പറ്റില്ല. അപ്പൊ ഇയാളെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. 10ലെ കണ്ടിന്യൂസ് ആയിട്ട് പോയത്. അപ്പോഴും ഫോൺ നമ്പറൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെ +1 നമ്മുടെ ലാസ്റ്റ് മാർച്ചൊക്കെ ആവാറായി. ജനുവരിയില് അവർക്ക് നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മോള് പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, റേഞ്ച് ഉണ്ടായിരുന്നില്ല. മോള് കുറച്ചും കൂടി റേഞ്ചിൽ നിന്നിട്ടൊന്ന് പറയാമോ? +1 ലാസ്റ്റ്, അത്ര മാത്രമേ ഞങ്ങൾ എല്ലാവരും കേട്ടുള്ളൂ. +1 ലാസ്റ്റ് കേൾക്കാമോ? കേൾക്കാം മോളെ, പറഞ്ഞു. +1 ലാസ്റ്റ് ടൈം നമ്മുടെ മാർച്ചിന് മുമ്പത്തെ ജനുവരിയിൽ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന ആളാണ്, ഇപ്പൊ എവിടെയാണ്, സർജറി ഉണ്ടെന്നൊക്കെ കേട്ടില്ല, ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നോ, ഹെൽത്ത് ഒക്കെ നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. മോളെ കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്താൽ മനസ്സിലായി, ഞാൻ ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട്, ക്ലാസ് ഒക്കെ ഓക്കെ പോകുന്നു, ഹെൽത്ത് ഒക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അത്രയും നാളും മിണ്ടാതിരുന്ന ആളുകൾ പെട്ടെന്നൊന്നും മിണ്ടുമ്പോ നമുക്കൊരു ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിന്ന് പിന്നെ എന്നും മെസ്സേജ് അയക്കും, സുഖമാണോ, കഴിച്ചോ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്, എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നോർമലി നമ്മൾ ഫ്രണ്ട്സ് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇയാൾ എന്നോട് സംസാരിച്ചു. ഞാനും അതുപോലെ സംസാരിച്ചു. കുറെ നാള് കഴിഞ്ഞ് മെസ്സേജ് അയച്ച് കുറച്ച് നാൾ, 1 മാസം ആവാറായപ്പോ ഇതുപോലെ എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാനൊന്ന് നല്ലോണം ആലോചിച്ചു. അപ്പം എനിക്ക് എന്ത് പറയണോന്ന് അറിയത്തില്ല. കാരണം ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നില് തെറ്റി രണ്ടാമത്തേന് അടി ഇടി ഈ ഒരു സംഭവമാണ്. കാരണം 10ല് പഠിക്കുമ്പോൾ ഇയാളെ അടിച്ചതിന്റെ പേര്, കുട്ടികളെയൊക്കെ ഈ ബോയ്സിനെ തന്നെ ഉപദ്രവിച്ചതിന്റെ പേര് സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിന് ഞാൻ മറുത്ത് പറയുമ്പോ എന്ത് പറയും, എന്ത് പ്രകടിക്കും എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ അവരോട് പോയി പറഞ്ഞു, ഇതുപോലെ ഇന്നാളെന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്തുവാ വേണ്ടേ? അപ്പൊ അവരോട് പറഞ്ഞു, വേണ്ട, അത് ശരിയാവൂല, അയാളുടെ ക്യാരക്ടർ ശരിയല്ല, നീയും ഒട്ടും ഓക്കെ അല്ലല്ലോ, അപ്പൊ അത് ശരിയാവൂല, നീ ഫ്രണ്ട്സ് ആയിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ പറഞ്ഞു, അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാവൂല. അപ്പൊ പറഞ്ഞെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് ആവാം. ഞാൻ അത് ആലോചിച്ചു, ഫ്രണ്ട്സ് നോക്കാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തുടങ്ങി. കുഴപ്പമൊന്നുമില്ല, ഓക്കെ. പക്ഷെ എങ്ങനെ എവിടെ വെച്ച് ഇത് റിലേഷൻഷിപ്പ് ആയി, അത് എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ, എന്താ എനിക്ക് അറിയത്തില്ല. ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഡയറക്റ്റ് പെട്ടെന്ന് അതിലേക്കൊന്ന് വീഴുമായിരുന്നു. ഡയറക്റ്റ് നിന്നു. അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു. പിന്നെ റിലേഷൻഷിപ്പ് ആയി തുടങ്ങി. പിന്നെ തൊട്ട് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. കാരണം
ഏതൊരു ബോയും റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഗേൾസിനോട് പറയും അന്യ ബോയ്സിനോട് മിണ്ടരുത്, ഓക്കെ അതൊക്കെ കേൾക്കാം. പക്ഷെ സ്വന്തം ചേട്ടനോട് പോലും മിണ്ടാനുള്ള ആ ഒരു ഇത് എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോയി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയാൻ തുടങ്ങി. ഞാൻ എവിടെയും പോവാൻ പാടില്ല, വീട്ടുകാരുടെ കൂടെ പോലും എങ്ങോട്ടും പോവാൻ പാടില്ല എന്നുള്ളൊരിത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇയാളുടെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ തൊട്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയത്. വീട്ടിൽ പറഞ്ഞു, ഇയാളുടെ ഉമ്മയോടും പറഞ്ഞപ്പോൾ ഇയാളുടെ ഉമ്മയും ഉമ്മുമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. അവർ രണ്ടുപേരും പറഞ്ഞത് ഞാൻ മതം മാറി ചെല്ലണം, ഞാൻ മുസ്ലിം മതം സ്വീകരിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, നീ മതം മാറണം, എനിക്ക് താല്പര്യമില്ല, നീ ഹിന്ദുവായിട്ട് നിൽക്കുന്നതന്നെ ഓക്കെ, പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് നീ മതം മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മതം മാറുന്നതിനെ കുറിച്ച് അറിയത്തില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. നമ്മുടെ ഹിന്ദു സമുദായത്തിനെ കുറിച്ചോ മുസ്ലിം സമുദായത്തെ കുറിച്ചോ എനിക്കൊന്നും അറിയത്തില്ല. ഞാനും പറഞ്ഞ ഓക്കെ ഞാൻ മാറാം എന്ന് പറഞ്ഞു. കാരണം അപ്പോഴത്തെ ആ ഒരു ഇതിൽ എനിക്കങ്ങനെ പറയാൻ തോന്നി. കാരണം മതത്തിനെ കുറിച്ചൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ടും എന്റെ ആ ഒരു ഇത് മനസ്സിൽ വെക്കുന്നില്ല. കാരണം എന്റെ ഐഡന്റിറ്റി ഫുള്ള് ചേഞ്ച് ആവുമല്ലേ, പേരും എല്ലാം ചേഞ്ച് ആവും. അപ്പൊ എനിക്കതൊരു വിഷമമാണ്. കാരണം വേറെ ആരും തിരിച്ചറിയത്തില്ല, എന്റെ വീട്ടുകാർ ഒരു എന്നെ തിരിച്ചെടുക്കൂല, അതെനിക്ക് ഉറപ്പാണ് വേറൊരു സമുദായത്തിലോട്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അതിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഇതുപോലെ പേര് മാറും എന്നുള്ളത് മാത്രമേ കിട്ടുള്ളൂ. എന്നിട്ടും ഞാനിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അത് ശരിയാവൂല എന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഉമ്മയും ഉമ്മുമ്മയും ഇയാളും അത് മുതലെടുത്തു. ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞ കാര്യം മുതലെടുത്തിട്ടാ പിന്നെ എന്നോട് നിന്നത്. കാരണം ഇയാൾ ഈ മതത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് സംസാരം തിരിച്ചു വിടുമായിരുന്നു. കാരണം അതൊരു പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. കാരണം എന്ത് സംസാരിച്ച് അവസാനം എത്തിയാലും ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകും, മതം മാറണം എന്നുള്ള ആ ഒരു സംഭവം വരും. അവിടെ വഴക്കുണ്ടാവും. ഇയാൾ നല്ലപോലെ ചീത്ത വിളിക്കും നമ്മളെ. അത് വീട്ടിൽ നിന്ന് പോലും എനിക്കങ്ങനെ ചീത്ത കേട്ടിട്ടില്ല. വീട്ടിൽ അമ്മ അച്ഛനും പോലും എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാൾ നല്ല രീതിക്ക് വൃത്തിയോടും ചീത്തയും പറയും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴിതിരിച്ചിവിടെ സംസാരം. എന്നാലും ഇയാൾ ഇങ്ങനെ ഇരിക്കുമ്പോ പറയും ഇതുപോലെ പൊന്നാനിയിൽ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, പൊന്നാനിയിൽ നമുക്ക് പോകണം, അവിടെ കുറച്ച് നാൾ ക്ലാസ് ഉണ്ട്, നിന്നെ അവിടെ കൊണ്ടാക്കണം, നീ മതപഠനം പഠിക്കണം, നിനക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അത് പഠിക്കണം, എന്നിട്ട് ഞാൻ ഗൾഫിൽ കയറി പോകും എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴൊന്നും ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയത്തില്ല. അപ്പം മുതൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അമ്മയോട് പറയണം. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് പറയും. ഇക്കാര്യം ഒഴിച്ച് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു നമ്മുടെ അടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പറയട്ടെ എന്ന് വെച്ച്. അപ്പം സത്യം പറഞ്ഞ ഇയാൾക്ക് വീട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് ഒരു കല്യാണത്തിന് ഇയാൾക്ക് താല്പര്യമില്ല. ഇയാൾക്ക് ഒളിച്ചോടണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഇയാൾ നിന്നിരുന്നത്. ഞാൻ പറഞ്ഞ കുറെ വട്ടം പറഞ്ഞ അമ്മയടുത്ത് പറയട്ടെ, കാരണം അമ്മയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ച് അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ ഒന്നുമില്ലമ്മ എന്നിങ്ങനെ പറഞ്ഞു നിന്നെയാ. അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയടുത്ത് ഞാൻ പറയൂ, അല്ലെങ്കിൽ അച്ഛനോടെങ്കിലും പറയാം എന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിലക്കി. എന്നോട് പറഞ്ഞു എന്റെ വീട്ടുകാർ സമ്മതിച്ചു, പക്ഷെ നിന്റെ വീട്ടുകാർ സമ്മതിക്കൂല, അത് ഉറപ്പാണ്. അവര് സമ്മതിക്കാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെപ്പെട്ട് 2 പിള്ളേർ പോയി ചെയ്ത കണക്ക് നമുക്കും ചെയ്യാം എന്നിങ്ങനെ 2 തട്ടെടുത്ത് പറഞ്ഞു. എന്തിനാ എന്ന് വെച്ചപ്പോ പറഞ്ഞ അതങ്ങനെയുള്ളൂ, ജീവിക്കാനല്ലേ മതം ആവശ്യമുള്ളൂ, മരിക്കണമെങ്കിൽ മതത്തിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് എന്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അറിഞ്ഞ അവസാനം അവനും അതറിയും. അപ്പൊ അത് വേറെ പ്രശ്നമാവും. അതുകൊണ്ട് എനിക്ക് വേറെ ആരോടും പറയാനുള്ള ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ഭയങ്കര ടോർച്ചറിങ് ആണ്. കാരണം എപ്പോഴും ചീത്ത വിളി, പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഇയാൾ വിളിക്കും. അത് വീട്ടിൽ നല്ല വിളിക്കുന്നത്. അപ്പൊ ആദ്യ സ്ഥലം, അതായത് നമ്മുടെ വീടിന്റെ ഇവിടെ സ്ഥലം എത്താറാകുമ്പോ, അല്ലെങ്കിൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പില് ഒക്കെ എത്തുമ്പോഴാണ് ഇയാള് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു നീ ഇറങ്ങി വന്നേ പറ്റും, ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എതിർക്കും. കാരണം ഞാൻ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിന് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളത് ലംഘിച്ച് ഇയാള് കാണാൻ വേണ്ടി വരും, പിന്നെ എന്നെ കൊണ്ടുപോകണം എന്നുള്ള തട്ടി നിന്ന്. എന്നിട്ട് പറയാം ഞാൻ വീട്ടിൽ കയറി വരും, നിന്നെ നാണം കെടുത്തും, ഞാൻ അവന്റെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് ചെന്നില്ലെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടിറക്കി പോവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബസ്സിൽ കയറിട്ട് എന്നെ വിളിച്ചു, ഞാൻ കൂടെ ചെല്ലൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായ. ഞാൻ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ വരത്തില്ല, എന്തിന്റെ കേടാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എന്നെ ആ ബസ്സിൽ വെച്ച് എല്ലാം ഫോണിൽ കൂടെ എന്നെ ചീത്ത വിളിച്ച് നല്ല സ്ഥിതിക്ക് വേറൊരാളങ്ങനെ പറയുമ്പോൾ നമ്മൾ കരയും. അങ്ങനെ ഞാൻ കരഞ്ഞു. കൂടെ ഒരു കൂട്ടുകാരൻ ആരോ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞു അവൾ കരയുന്നു, നീ അടങ്ങിരി, നമ്മൾക്കത് വള്ളിയാവും എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇയാളും ഇയാളുടെ കൂട്ടുകാരോട് തിരിച്ചുപോയി. മാക്സിമം 2 ആഴ്ച.
അതിനുശേഷം പിന്നെ വന്നു ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നു, എന്നെ വിളിച്ചു, ഞാൻ ചെന്നില്ല. അപ്പം ആദ്യം നിന്ന് എന്നെ വിളിച്ച് ചീത്ത വിളിക്കായിരുന്നു. അങ്ങനെ ഒരുപാട് വട്ടം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ 3 വട്ടം സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയോ ഇയാളുടെ ഫ്രണ്ട്സ് മുഖേന എങ്ങനെയോ അറിഞ്ഞു. മോളെ ഇതുവരെ നിന്ന് സംസാരിച്ച സ്ഥലത്ത് നിൽക്ക്, എന്നാലേ റേഞ്ച് കിട്ടൂ. മോളുടെ സൗണ്ടിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേക്കാമോ? ഇപ്പൊ കേൾക്കാം മോളെ, അവിടെ തന്നെ നിക്ക്. പറഞ്ഞോ തുടർന്നോ. മോളെ ഞങ്ങൾ കേട്ടത് 3 തവണ മോള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. പിന്നെ അനിയത്തിയേ ഉള്ളൂ. അത് പിന്നെ ഇത്തെ ക്യാരക്ടർ അപ്പോഴത്തേനും ഞാൻ പാതിയോളം റേഞ്ചില്ല. കുട്ടിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പറയണതൊന്നും നമുക്ക് കേൾക്കുന്നില്ല. എനിക്ക് മാത്രം കേൾക്കാത്തതാണോ ഇനി ആർക്കും കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. അജൻ, പ്രേം, വിനോദ് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ജാമ്യതയ്ക്ക് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ജാമ്യതയ്ക്കാണ് പ്രശ്നം. നിങ്ങൾ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യണേ. ബാക്കിയെല്ലാം ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പൊ എനിക്കായിരിക്കും പ്രശ്നം. ശരി നോക്കാം. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു. നിങ്ങൾ പറയണ കേൾക്കുന്നുണ്ട്. ഞാൻ മോള് പറഞ്ഞതേ 3 വട്ടം സൂയിസൈഡ് ചെയ്തു. എന്റെ ലൈവിലും ആരും കേൾക്കുന്നില്ല. അവരും പറയുന്നുണ്ട് കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല എന്നാ പറയുന്നത്. നിങ്ങളുടെ റിസപ്ഷൻ ഇതായിരിക്കും, ഇഷ്യൂ ആയിരിക്കും. ജാമ്യത അതായിരിക്കും. ഒന്ന് നോക്കി നെറ്റ് നോക്ക്. നിങ്ങൾ നെറ്റ് നോക്ക്. ഓക്കെ, കുഴപ്പമില്ല. മോള് തുടർന്നോ. അങ്ങനെ ഞാൻ ഇയാളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കിയപ്പോ ഒരുപാട് പെൺകുട്ടികളുടെ അടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് എന്ത് രീതിയിലാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ. ഇത് എന്നോടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ, എന്നോടത്തൊന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ വേറെ പെൺപിള്ളേർക്ക് പോയി മെസ്സേജ് അയക്കും. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടെ ആയിക്കോട്ടെ, ഇപ്പോഴും നടക്കുന്ന സംഭവമാണ്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചതി കാണിക്കുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കൂല. ഒരു സാഹചര്യം വരുമ്പോഴേ ഞാൻ അവരോട് ചോദിക്കൂ. ഇയാളോട് ഞാൻ അങ്ങനെ നിന്നു. ഞാൻ എൻ്റെ അടുത്ത് പിറ്റേന്നും വഴക്കൊക്കെ മാരേജ് മെസ്സേജ് വന്നു. ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നിട്ടും സമ്മതിച്ചില്ല. കാരണം ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് ഒരുപാട് ചീത്ത വിളിച്ചു. ഇഷ്ടം പോലെ അമ്മേനെ അച്ഛനെ ഒക്കെ ചേർത്ത് ചീത്ത വിളിച്ചു. ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ഇയാൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ഇയാളുടെ അമ്മയടുത്ത് പോയി പറയും ഞാൻ എന്തോ ചെയ്തു എന്ന രീതിയിൽ. അങ്ങനെയൊക്കെ കുറെ ഞാൻ മാക്സിമം പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം ഇത് കുറെ ആയി, ഞാനൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇയാൾ വേറെ ആൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓക്കെ പറഞ്ഞു പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇപ്പൊ ചാവാൻ നിക്കാണ്, ഞാൻ കുടിച്ചിട്ടുണ്ട്, അതിന് നീയാ കാരണം, ഇപ്പൊ ഞാൻ കുന്നിന്റെ മണ്ടേ വന്നു, ഇപ്പൊ ഞാൻ ഇവിടുന്ന് ചാടാൻ പോവാ, നിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ കുടുക്കും എന്നുള്ള ഇത് നല്ല രീതിക്ക് പേടിപ്പെടുത്തി. കാരണം ഇതൊന്നും വീട്ടുകാരെ പോലും അറിയിക്കാൻ തന്നെ സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തില് ഇയാൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം മൊത്തം എനിക്കല്ലേ വരൂ. കാരണം ഇയാളുടെ വീട്ടുകാർക്കറിയാം ഞാനോട്ടൊരു ഇതുണ്ട് എന്നുള്ളത്. അപ്പം എന്തായാലും അയാളുടെ വീട്ടുകാര് എന്നെ കുറ്റം പറയും, എന്റെ വീട്ടുകാർ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു പേടി എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഇയാൾ 2-3 വട്ടം എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും എതിർക്കാൻ നിന്നിട്ടില്ല. എതിർത്തിട്ടുണ്ട്. കാരണം കൂടെ ചെല്ലുന്നതും പിന്നെ വേറെ രീതിയിലുള്ള പിക്സ് അയക്കുന്നതും ഒക്കെ ഞാൻ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറഞ്ഞു നിന്നിട്ടുണ്ട്. പിന്നെ ഇയാൾ ആൺപിള്ളേർത്ത് മിണ്ടരുത്, പെൺപിള്ളേർത്ത് മിണ്ടരുത് എന്നുള്ളതൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്.
പിന്നെ പതുക്കെ പതുക്കെ അത് എങ്ങനാന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നതൊക്കെ അങ്ങ് പതുക്കെ നിർത്തി. എന്നും അമ്പലത്തിൽ പോകുന്ന ഞാനായിരുന്നു. അമ്മയും അച്ഛനൊക്കെ വിളിക്കുമ്പോൾ പോകുന്ന ഞാനായിരുന്നു. അമ്പലത്തിൽ പോകത്തില്ല, കുറി ഇടത്തില്ല, പൊട്ടിടത്തില്ല. എന്തോ എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ വേറെ ഏതോ ഒരു ഇതിലേക്ക് പോയി. പൊട്ടോ കുറിയോ അങ്ങനൊന്നും ഇടാതെ ഒരുമാതിരത്തെ ഇതിൽ പോയി. അമ്മ അച്ഛന് ചോദിക്കുമ്പോ പോലും ഞാൻ പറയും അത് ചുമ്മാതാ, അതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ എന്തിനാ വെറുതെ എന്നുള്ള രീതി ഞാൻ നിന്നു. ഡ്രസ്സിങ് പോലും മാറി. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടോണ്ടിരുന്ന ഞാന് ഈ ഒരു കാലഘട്ടത്തിൽ ജസ്റ്റ് ഒരു പ്ലെയിൻ ടോപ്പ് മാത്രമാണ് ഞാൻ ഇടുന്നത്. കാരണം അയാളുടെ ആ ഒരു കൺട്രോളിലായിപ്പോയി ഞാൻ. അത് എന്റെ കുറ്റമാണോ എനിക്കറിയത്തില്ല എന്ത് സംഭവം. ഇയാളുടെ ആ ഒരു ഇതിൽ നിന്നത് കൊണ്ടായിരിക്കണം. കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് തെറിവിളി കേൾക്കാതിരിക്കാനോ, ഇയാള് മാനസികമായിട്ട് വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യാതിരിക്കാനോ, അതിനൊക്കെ കൊണ്ടായിരിക്കണം ഞാൻ ഇതൊക്കെ അനുസരിച്ചത്. എന്നോട് പറഞ്ഞു ഈ ടോപ്പൊക്കെ ഇടുമ്പോ ഷോൾ ഇടണം. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടില് അമ്മയാണെങ്കിൽ പോലും കഴുത്ത് വരെയുള്ള ടോപ്പായിരുന്നു. അപ്പൊ ഷോൾ ആവശ്യമില്ല, വർക്കൊക്കെ ഉള്ള. ഞാനും അപ്പൊ ഷോളൊന്നും ഇടത്തില്ല. എന്നോട് പറയും ഷോൾ ഇടണം, വീട്ടിലായാലും വന്നു കഴിഞ്ഞാൽ ഷോൾ ഇടണം എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇയാൾ എന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് മതമൊക്കെ മാറി വീട്ടിൽ വരുമ്പോഴത്തേനും എപ്പോഴും കട്ടിലൊരു ഷോള് വേണം. കാരണം അവന്റെ വീട്ടുകാരോ അവന്റെ കൂട്ടുകാരോ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ കണ്ട ഒരു പക്ക മുസ്ലിം കുട്ടിയായിട്ട് തോന്നണം. അതുകൊണ്ട് നീ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. എന്തിനാന്നിങ്ങനെ ചോദിച്ചു. കാരണം എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഷോൾ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും നാളെ 17 ഇപ്പൊ 18, അടുത്ത വർഷം ഇപ്പൊ 18 അത്രയും കൊല്ലമായിട്ട് പോലും ഞാൻ ഷോൾ ഉപയോഗിക്കാത്ത ഞാനാ. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോ ടോപ്പാണ് എടുത്തത്. ഇപ്പം ഇയാളുടെ റിലേഷൻ തുടങ്ങിയ ശേഷം 3-4 ടോപ്പാണ്, നോർമൽ ടോപ്പാണ് ഞാൻ എടുത്തത്. അപ്പൊ എല്ലാവരും എന്തിനാ നീ ഇങ്ങനത്തെ ഇടുന്നേ, നിനക്ക് എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ചുമ്മാ അമ്മ എന്തിനാ വെറുതെ ഹെവി ആയിട്ടുള്ളതൊക്കെ ഇടുന്നേ, ഇതൊക്കെ മതിയെന്നുള്ള പറഞ്ഞു നിന്നേ. ഒരു ദിവസം 2 തൊട്ട് എന്നോട് ഞാൻ ഇങ്ങനെ കടയിൽ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സ് എടുക്കാം. അപ്പൊ പറഞ്ഞു ഷോള് വാങ്ങണം. എന്തിനാ, എനിക്ക് വയ്യ, അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഒരുപാട് ചീത്ത വിളിച്ചു. ഷോൾ ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ അനുസരിക്കണം, എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണം എന്നുള്ള ഫുൾ കൺട്രോള്. പിന്നെ ഞാൻ കടയിൽ പോയപ്പോ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ ഷോളും കൂടെ ഉള്ള ടോപ്പ് നോക്കണേന്ന് പറഞ്ഞു. അമ്മ വെച്ച് നിനക്കെന്തിനാ ഷോള്, അതൊന്നും വേണ്ടാന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ കടയിൽ ചെല്ലുമ്പോഴും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇവളോട് കള്ളം പറയും, ഞാൻ ടോപ്പ് എടുത്തില്ല, അല്ലെങ്കിൽ ടോപ്പ് തയ്ക്കാൻ കൊടുത്തേക്കുക, വേറെ കടയിൽ പോയില്ല, അവിടെ ഷോൾ ഇല്ലായിരുന്നു അതിന് ചേരുന്നത് എന്നുള്ള രീതിയിൽ കള്ളം പറയും. ശരിക്കും എന്റെ വീട്ടുകാരോട് കള്ളം പറഞ്ഞതിനെക്കാളും കൂടുതൽ ഞാൻ ഇയാളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നിനും അല്ല, ഞാൻ വേറെ രീതിയിൽ പോയിട്ടും അല്ല. എന്റെ വീട്ടുകാരുടെ കൂടെ പോലും എനിക്ക് എങ്ങോട്ടും പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു. 6 മണിക്ക് മുന്നേ വീട്ടിലേക്കായിരുന്നു. അപ്പൊ എനിക്ക് ഈ ചെക്കപ്പും സർജറിയുടെ കാര്യങ്ങളുള്ളതുകൊണ്ട് തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ നമുക്കാണോ ലെറ്റ് പോയെന്നറിയില്ല, കേൾക്കുന്നില്ല. അവർക്കെല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറയും എത്താറായി എന്ന് പറയും. പക്ഷെ ഞാൻ എങ്ങും എത്തിയിട്ടുണ്ടാവില്ല, ഞാൻ അവിടെ നിന്നാണോ ആയിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നും, കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോകുന്നെങ്കിൽ അച്ഛന്റെ ഒക്കെ കുടുംബം അവിടെയാ. അപ്പൊ ഞാൻ പറയും അച്ഛന്റെ കുടുംബത്തിൽ പോയി എന്നിങ്ങനെ പറയും. പക്ഷെ എന്തിനാ പോയേ, എവിടാ പോയെ, ആരുടെ കൂടാ പോയെ, എന്തിനു പോയി. പിന്നെ ഞാൻ പറയും ഞാൻ ഇങ്ങനെ അവിടെ സ്റ്റേ രാവിലെ വരുള്ളൂ എന്നിങ്ങനെ പറയും. പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ പോകും. കാരണം ഇത് ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുക, ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ചെവി പൊട്ടുന്ന രീതിയിൽ നമ്മളെ ചീത്ത വിളിക്കും. അത് ടൈപ്പ് മെസ്സേജിലൂടെ ആണെങ്കിലും വോയിസിലൂടെ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ തെറി വിളിക്കും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആ ഒരു ഇത്, അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഫുഡ് പോലും ഞാൻ കഴിക്കത്തില്ല. കാരണം മൈൻഡ് ഫുള്ള് കയ്യിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ കുറെ നാളിങ്ങനെ പോയി. BP ഒക്കെ ലോ ആഷിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇയാളുടെ ആ ഒരു ഇത്. അപ്പോഴും ഞാൻ കുറെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന കിട്ടി. ഇയാളുടെ ആ ഒരു ഇത് എനിക്ക് സമ്മതിച്ചില്ല എന്നെ കൊണ്ട്. അവസരം ഞാൻ കുറെ വട്ടം സൂയിസൈഡ് ചെയ്യാൻ നോക്കി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മള് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേ ഒളിച്ചു ഓടുന്ന സംഭവം ഇങ്ങനെ എന്റെ സംസാരിച്ചു. ഒളിച്ചൊക്കെ സംസാരിച്ചു, ഒളിച്ചോടുന്നേ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീട്ടിൽ പറയാം, നീ എന്ന് എന്റെ വീട്ടിലറിയാം, എന്റെ വീട്ടിലും പറയാം, എന്തിനാ ഒളിച്ചു വെക്കുന്നത്, ഞാൻ എന്തായാലും ഉടനെ പറയാൻ പോവാ എന്ന് നിന്നോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ എന്തിനാ ഇപ്പൊ പറയുന്നേ എന്നുള്ള രീതിയിൽ കുറെ എന്നെ ഷൗട്ട് ചെയ്ത്, എന്തിനാ പറയുന്നേ, എന്റെ ആവശ്യകത എന്റെ അച്ഛനമ്മയല്ലേ പറഞ്ഞിരിക്കട്ടെ. അമ്മ ചിലപ്പോ അടിക്കുമായിരിക്കും, അച്ഛൻ ചുമ്മാ
ഒന്ന് വഴക്ക് പറയുള്ളൂ, അച്ഛനോട് പറയാം എന്ന് പറഞ്ഞപ്പോ ആരോടും പറയണ്ട, എല്ലാരും എല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഓക്കെ, വെറുതെ വഴക്ക് വേണ്ട പറയുന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മള് പോകുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ എന്തുവാ, അപ്പൊ നമ്മള് ജോബിച്ചായന്റെ വീട്ടിലാ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്താ ജോബിച്ചനാ, ആരായിരുന്നു ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നീ എന്താ ഇത്ര മന്ദബുദ്ധിയെ കണക്ക് നിൽക്കുന്നത്, അത് എൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ ജോബിച്ചെന്ന് പറയുമ്പോ നിങ്ങളെക്കാട്ടിലും മൂത്തയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ എന്നെക്കാട്ടിലും മൂത്ത, ആ ചായന് 20 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 20 വയസ്സ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യവും നിന്നോട് പറയണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും പറയും, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. എന്നോട് പറഞ്ഞു ജോബിച്ചാന്റെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്, അവിടെ ജോബിച്ചാന്റെ അമ്മയോ അമ്മൂമ്മയോ ഇവരിലാരും ഒരാളും ഈ ജോബിച്ചൻ എന്ന് പറഞ്ഞ ഇയാളേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ പന്തേടടിച്ചു, കാരണം അന്ന് ഇയാള് എന്തോ കുടിച്ചിട്ടോ അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് എന്തോ പന്തേടിച്ചു. കുടിച്ചു എന്നോട് പറഞ്ഞില്ല, എങ്കിലും എനിക്കെന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഞാൻ അങ്ങനെ ഇയാളുടെ അക്കൗണ്ടിൽ കയറി ജോബിയുടെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോ അയാള് സത്യം പറഞ്ഞ ഈ പറയുന്ന ഇയാളെക്കാട്ടിലും മോശമാണ് ഈ ജോബി എന്ന് പറഞ്ഞ ആള്. കാരണം അയാളുടെ മെസ്സേജിലൂടെയും അയാൾ ഇട്ടേക്കുന്ന സ്റ്റോറീസ്, അതായത് പെൺപിള്ളേരുടെ ശരീരം വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആയിട്ട് അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉണ്ട്. ഞാൻ ഇയാളോട് പറഞ്ഞില്ല, ഇയാളുടെ മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ച്. അപ്പൊ ഈ നോർമലി കള്ള് കഞ്ചാവ് അവരൊക്കെ സംസാരിക്കുന്ന രീതിയില്ലേ, കാരണം ഞാൻ മരുന്നടിച്ച്, ഞാൻ ഇന്നത് വലിച്ച്, നല്ലതായിരുന്നു, ഉറങ്ങിപ്പോയി, ഉറക്കം വരുന്ന്, കിളി പോയി, അങ്ങനെയുള്ളൊരു ഒരുമാതിരത്തെ സംസാരം. പിന്നെ പെൺപിള്ളേരെ കുറിച്ചും അതൊക്കെ ഇപ്പോഴേ ഞാൻ നോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഈ ജോബിച്ചനെ ഇയാൾക്ക് എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതുപോലെ വർക്കിന് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാ? അപ്പൊ എന്നോട് ഭയങ്കരമായിട്ട് അയാളെ പുകഴ്ത്തി പറഞ്ഞു. എന്നോട് പറഞ്ഞു അയാൾ പാവുക, ജോബിച്ചനെ എൻ്റെ മുത്താണ്, പാവുക. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താ തരത്തില്ല നീ എന്നെ അവിടെ കൊണ്ടുപോകുന്ന് പറഞ്ഞെന്ന് വെച്ചു. പറഞ്ഞു ജോബിച്ച് നിന്നെ ഒരു അനിയത്തിയെ പോലെ കാണും, എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഇനി ജോബിച്ചന്റെ പേര് പറഞ്ഞ എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. 2 തൊട്ടും ജോബിച്ചന്റെ പേര് എന്നോട് പറഞ്ഞു. ഞാന് കൊറേയൊക്കെ കേട്ട് നിന്നു, കാരണം എനിക്ക് കേട്ട് നിൽക്കാനേ പറ്റും, മറുത്തൊരു ആൻസർ എന്നോട് പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇതുപോലെ ഞാൻ ഉമ്മയടുത്തും പറഞ്ഞു. അവര് പറഞ്ഞു എപ്പോഴും പറയുന്ന നീ മതം മാറണം, മതം മാറിയാൽ ഇവിടെ സമ്മതിക്കൂ എന്ന് പറഞ്ഞു. ഇതുപോലെ സമ്മതിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ മാമനോട് ചോദിച്ചു, മാമ ഇന്ന കാര്യമൊന്നും പറഞ്ഞില്ല. എനിക്ക് മാമ ഇങ്ങനെ മുസ്ലിംസ് ഹിന്ദുക്കളെ കല്യാണം കഴിക്കുമല്ലോ, മതം മാറിയ പേരൊക്കെ മാറുമെന്ന് ചോദിച്ചു. അപ്പൊ മാമ പറഞ്ഞ ആ പേരും മാറും, എല്ലാം മാറും, അവർക്ക് പള്ളിയിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപകളും കിട്ടും, എന്നിട്ട് നിങ്ങളെ എങ്ങോട്ടേലൊക്കെ കൊണ്ടുപോകും എന്നിങ്ങനെ പറയും. അപ്പൊ തൊട്ട് എന്റെ മനസ്സിൽ എനിക്ക് പറയണം, ഞാൻ പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ മാമനോട് പറയാൻ വേണ്ടി വാ തുറന്നു. അപ്പോഴും എനിക്ക് എന്തോ ഒരു പേടി, കാരണം എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊന്നു കളയും എന്നോട് പറഞ്ഞു. അപ്പൊ അതിങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, കാരണം അയാളുടെ മെന്റാലിറ്റി അതാ, എന്ത് തീരുമാനിച്ചാലും അപ്പോഴും നടക്കണം എന്നുള്ളൊരിതാ. അല്ല മോളെ ഒരു മിനിറ്റ്, മോള് വീട്ടിൽ പറഞ്ഞാൽ മോളെ കൊല്ലുമെന്നോ അതോ വീട്ടുകാര് മോളെ കൊല്ലുമെന്നോ, എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ എന്നെ കൊല്ലു. ആ ഓക്കെ. ശരി മോള് കണ്ടിന്യൂ ചെയ്തു, ഒരു ക്ലാരിറ്റി അവിടെ വേണമായിരുന്നു, അതുകൊണ്ടാ. പറഞ്ഞോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതൊരു മനസ്സിന്, കാരണം സത്യം പറഞ്ഞ അത്രയും നാൾ ഓക്കെ ആയിരുന്നു ഞാൻ. ഈ കഴിഞ്ഞ 3 മാസം കൂടെ ഒട്ടും ഓക്കെ അല്ല, കാരണം ഇയാൾ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമ്പോഴേ നമുക്കത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് എന്തുണ്ടെങ്കിലും പറയും. ആ കുട്ടീനോട് പോലും ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യമായിട്ടും ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ല. കാരണം ഈ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ ഇവള് ഇന്ന് ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ കാണിച്ച അവളോട് എന്നുള്ളത്. കാരണം അവൾക്ക് ഞാനെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്, എനിക്ക് എന്ത് വന്നാലും അവളെ ഉള്ളൂ. അപ്പൊ അവൾ എന്തായാലും എന്തേലും പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിലൂടെ എനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ അവളോട് പോലും പറഞ്ഞില്ല. ലാസ്റ്റ് അമ്മ വിളിച്ച് അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾ പോലും അറിയുന്നത്. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇയാൾ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നു. എന്നെ ആലപ്പുഴ കൊണ്ടുപോകുന്നു പറഞ്ഞു, മതം മാറണം എന്ന് പറഞ്ഞു. ഒരുപാട് ഒട്ടെന്നെ മെന്റലി നല്ല പറഞ്ഞു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവര് ചെയ്ത പോലെ നമ്മളും അങ്ങ് ചെയ്യും, ആരും അറിയത്തില്ല, നീ പോലും അറിയത്തില്ല എന്നോട് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോ നല്ല പേടിയായി. ഞാൻ ഇങ്ങനെ മാമൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു നിന്റെ മാമ പറയുന്ന കേട്ടോണ്ട് നീ ഇരുന്നോ,
നിന്റെ മാമന് എന്തോ അറിയാം, നിന്റെ മാമന് നിനക്ക് ഇസ്ലാം എന്തുവാന്ന് അറിയാമോ, നിങ്ങളുടെ ഹിന്ദുസിന്റെ ഇതെന്തുവാന്ന് നിനക്കറിയാമോ? അതൊക്കെ ഒന്നും അറിയത്തില്ല, നീ വെറും പൊട്ടിയാ. നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളൊക്കെ പൊന്നാനി പോയാലേ അറിയാൻ പറ്റും, അപ്പോഴും നീ മനസ്സിലാക്കും എന്തുവാ ഇസ്ലാം എന്ന്. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ടു കൊടുത്തിട്ട് അല്ലെങ്കിൽ നിന്നെ മതം മാറ്റിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും എനിക്കൊരു ഉപയോഗമില്ല. ആ വായി തന്നെ അയാൾ എന്നോട് പറഞ്ഞു പൈസ കിട്ടൂന്ന്. എന്നോട് നല്ല ക്ലാരിറ്റിയിൽ പറഞ്ഞു പൈസ കിട്ടുമോ. അപ്പൊ ഞാനും ആലോചിച്ച് പൈസ കിട്ടും. അപ്പൊ എന്റെ മനസ്സിൽ എന്തെന്ന് വെച്ചാൽ ആ പൈസയല്ലേ, പൈസ എന്ന് പറയുമ്പോ അത് ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള ഒരു സമ്പത്ത് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. ഇതിലൂടെ വേറൊരു ഇതുണ്ടെന്ന്, ചതിക്കണി ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, നീ വന്നിട്ട് വേണം അനിയത്തിനെ കല്യാണം കഴിപ്പിച്ചുവിടാൻ. ഞാൻ ആ കൊച്ചു എന്റെ പ്രായമല്ലേ, അതിന് പഠിക്കണ്ടേ? പറഞ്ഞു +2 വരെ പഠിച്ചാൽ മതി, പെണ്ണുങ്ങളൊക്കെ +2 വരെ പഠിച്ചാൽ മതി, അതിൽ കൂടുതലുള്ള പഠിപ്പൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിനെ കുറിച്ച് നീ ഓർത്ത് വിഷമിക്കണ്ട, എന്തായാലും നീ വന്നിട്ട് വേണം അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, പിന്നെ വീട് ശരിയാക്കണം, നമ്മുടെ ഷീറ്റൊക്കെ മാറ്റി നേരെച്ചുള്ള വീട് വെക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം എനിക്കിതിന്റെ ആ ഒരു ഇത് മനസ്സിലാവാത്തോണ്ട് ഞാനത് കേട്ട് നിന്ന് അവസാനം ഭയങ്കര പ്രശ്നമായി തുടങ്ങി. കാരണം ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എന്നോട് പറഞ്ഞു ഇന്ന ദിവസം ഞാൻ വരും, നീ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകും. എന്തോ ധൈര്യത്തിൽ നീ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചെന്നില്ലെങ്കിൽ കറക്റ്റ് ടീച്ചർ അമ്മേനെ വിളിച്ചു പറയും, എനിക്ക് അമ്മ എന്റെ സ്കൂളിലോട്ട് തൊട്ടടുത്ത സ്കൂൾ നടക്കുന്നത്, നീ എന്തോ ധൈര്യത്തിൽ എന്നെ വിളിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു. ഞാൻ അതിന് നല്ല പ്രശ്നം ഉണ്ടാക്കി. എന്നോട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ, സ്കൂളിൽ നീ പോണ സമയമാകുമ്പോ ഞാൻ വഴി നിൽക്കും, നീ എന്റെ കൂടെ വന്നാ മതി, സമയമാകുമ്പോ സ്കൂളിൽ വിടണ സമയം ഞാൻ സ്കൂളിന്റെ ആ ഒരു ഗേറ്റിന്റെ അവിടെ കൊണ്ട് നിർത്തിയേക്ക, നീ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ടീച്ചറിനൊന്ന് മെസ്സേജ് ഒന്നും അയക്കാനൊന്നും പോകണ്ട, എങ്ങനെയും നീ ഒന്ന് ആക്കിയിട്ട് വന്നേ പറ്റൂ, എനിക്കൊന്നും അറിയണ്ട, എന്റെ കൂടെ എന്റെ കൂട്ടുകാരനും അവന്റെ കൊച്ചും കാണും എന്നോട് പറഞ്ഞു. ഏത് കൊച്ച് എന്ന് ചോദിച്ചു. പിന്നെ ആ കൊച്ചിന് ഏത് കൊച്ച്, നീ എന്ത് പറയുന്നേന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്റെ 2-3 ഫ്രണ്ട്സും ഉണ്ട്, അവരുടെ പിള്ളേരും ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ എന്തോന്ന് ഈ കാണിക്കുന്നത്, ഒന്നും ആവശ്യമില്ല, കാരണം അവരൊക്കെ പഠിക്കുന്ന പിള്ളേർ, നമുക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല, നമ്മൾ പെൺപിള്ളേർ അതിൽ കിടന്ന് നക്ഷത്രകാലം ഉണ്ടെന്നേ, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട, ഞാൻ എന്തേലും തീരുമാനിച്ചത് അപ്പോഴും നടക്കണം, അല്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത് കേട്ട് നിക്കണം എന്നുള്ള രീതി ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഇയാള് ദേഷ്യപ്പെടുമ്പോ ഞാൻ കൂളാവും, കാരണം എനിക്ക് അവിടെ ദേഷ്യപ്പെടാനുള്ള ആ ഒരു വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. ഒരുപാട് ചീത്ത വിളിക്കും എന്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പുറകെ പോകും, കാരണം ഇത്രയും ചീത്ത വിളിച്ചിട്ടും നാണാമാനം ഇല്ലാതെ പിന്നെയും മിണ്ടിപ്പോവും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും. അങ്ങനെ ഞാൻ പോകുമ്പോഴും ഇഷ്ടം പോലെ തെറി വിളിച്ചിട്ടുണ്ട്. എന്നോട് പറയും വന്നേ പറ്റുള്ളൂ, എനിക്കും അവന്മാർക്ക് കുറെ പ്ലാനിങ് ഉള്ളതാണ്, നീ വരണം, നീ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിയും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല, അത് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ഓരോ വഴക്കുണ്ടാക്കി പോയിട്ടാണ് ഓരോ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നത് ഇയാള്. ഇയാൾക്ക് എന്താന്ന് എനിക്കറിയില്ല, മാനസിക രോഗമാണെന്ന് വെച്ചാൽ അതും എനിക്കറിയത്തില്ല. മോളെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അമ്മ ഒരു ബുക്ക് കണ്ടു എന്ന് നമ്മളിങ്ങനെ മീഡിയയിലൂടെ കണ്ടു, ആ ബുക്കിനകത്ത് മോള് വിശദമായിട്ട് കാര്യങ്ങൾ എഴുതാൻ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? എന്താ മോൾക്കത് തോന്നിയത്? എനിക്കിത് രേഖപ്പെടുത്തി വെക്കണം എന്ന് തോന്നിയോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ അമ്മേനോട് ഞാനിത് പറയുന്നതിന്റെ അന്ന് സന്ധ്യക്ക് പോലും ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഞാനിത് വീട്ടിൽ പറയുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പോഴും ശരിക്കും എന്നെ അത്രയും നാളെ പറഞ്ഞണക്കല്ലായിരുന്നു ആ ഒരു പറച്ചില്. എന്നോട് പറഞ്ഞു ഞാൻ നാളെ വരും, നീ എന്റെ കൂടെ വരണം, നമുക്ക് ഇന്നടുത്ത് പോയിട്ട് ആ പിള്ളേര് ചെയ്തതൊക്കെ നമുക്കും ചെയ്യാം എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് അത്രയും തറവായിട്ടാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു മെസ്സേജിന്റെ ആ ഒരു ഇത് കണ്ടാൽ നമുക്കറിയാം. അത് കണ്ടപ്പോഴത്തേന് എന്റെ മൈൻഡ് ഫുള്ള് കഴിഞ്ഞായി. ഞാൻ പഠിക്കുവായിരുന്നു, പിറ്റേന്ന് എന്തോ എക്സാം എന്തോ അതിനെന്തോ ഇരുന്ന് പഠിക്കുവാന്, അപ്പോഴേ മെസ്സേജ് വരുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, ആരോട് പറയണം, എനിക്ക് ഒരു പിടിയും ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചു. എനിക്ക് ഒരു ബോധമില്ല, എന്റെ ബോധം ഫുൾ പോയി, ഏതോ ഒരു സ്വപ്ന ലോകത്ത് എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ അമ്മ ചെന്തുവാന്ന് ചോദിച്ചു. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദേഷ്യപ്പെടല്ലേ. പറ നീ എന്തുവാന്ന് വെച്ച് അങ്ങനെ കാര്യം പറഞ്ഞു. റിലേഷൻ ഉണ്ട്, ഇന്ന ആളാണ്, ഇന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അമ്മ സാവധാനം കേട്ടു. അമ്മ അയാളെ ഫോൺ വിളിച്ചു. അമ്മ ശരിക്കും ചീത്ത വിളിച്ചു. കാരണം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, അത് ചോദിക്കാൻ ആർക്കും അർഹതയില്ല, അവൻ തീരുമാനിച്ചതാ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും എന്നുള്ള തറതട്ടെ തന്നെ നിന്നിരുന്നു. കാരണം പിറ്റേന്ന് ഇനി ഞാൻ തിരിച്ച് സ്കൂളിൽ ക്ലാസ്സിന് പോകണല്ലോ, ഞാൻ ക്ലാസ്സിന് പോയാൽ തിരിച്ചു വരുമോന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു.
ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ എഴുതിയത്. മോളെ ഇടയ്ക്ക് മറ്റേ രണ്ടുപേരും ചെയ്തതുപോലെ നമുക്കും ചെയ്യണം എന്നവൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഏത് രണ്ടുപേരും? ഇതിനു മുമ്പ് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് കുട്ടികള്, അതൊരു പെൺകുട്ടി ഹിന്ദു ആണ്, ആൺകുട്ടി മുസ്ലിം ആണ്. അപ്പോ ഇവര് ഞങ്ങളുടെ കൂടെ പഠിച്ചതാ. ഈ കഴിഞ്ഞ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് 8 തൊട്ട് 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ആ പെൺകൊച്ചും ഞാനും ആ മറ്റേ മരിച്ച് ആ കൂടെ ആത്മഹത്യ ചെയ്ത ആ ആൺകുട്ടിയും ഞങ്ങൾ 3 പേരും ഒരു ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോ ഇവര് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഫ്രണ്ട്സിനൊന്നും അറിയത്തില്ല. ഇവരാരോടും പറഞ്ഞിട്ടില്ല. ഇവരങ്ങനെ ക്ലാസ്സിലോ ട്യൂഷൻ സെന്ററിലോ സംസാരിക്കുന്നതോ അടുത്തിരിക്കുന്ന പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യന്റെ ഉമ്മ എന്നെ വിളിച്ചു. മോളെ, ഇതുപോലെ ഞാൻ 2 ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ നോക്കിയപ്പോ ഉണ്ട് ആന്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കാണുന്നില്ല മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും പോയതായിരിക്കും, തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിന് പോയി. അന്ന് ഞങ്ങൾക്ക് സ്കൂൾ കലോത്സവമായിരുന്നു. പോയപ്പോ അവിടെ കാരണം ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലായിരുന്നു ചെറുക്കൻ പഠിച്ചിരുന്നത്, +1. അവിടെ ഇങ്ങനെ സാറ് എന്ന് പറഞ്ഞു കലോത്സവം നിർത്തി, ഇവിടെ ഒരു കൊച്ചിങ്ങനെ ചെയ്തു, നിങ്ങളൊക്കെ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിള്ളേരുടെ ചോദിച്ചു ഫോട്ടോ ഉണ്ടാവുമെന്ന് വെച്ചപ്പോ പിള്ളേരുടെ ഫോണിൽ കാണിച്ചു തന്നു. അങ്ങനെയാണ് അറിഞ്ഞത് ഇവിടുത്തെ ഒരു കായലില് അവർ രണ്ടുപേരുടെ പോയി ചാടി ആത്മഹത്യ ചെയ്തെന്ന്. അപ്പൊ ഇവരുടെ പേരും പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഈ ജോബി എന്ന് പറയുന്ന ആള് മോളെ എപ്പോഴെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനുമായിട്ട് അയാൾക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. അല്ല, ഇങ്ങനെ മതം മാറ്റുന്ന ഒരാളായിട്ട് അയാളെ മോൾക്ക് തോന്നിയോ? മോളെന്തോ മോശമായിട്ടൊരു സ്റ്റാറ്റസ് കണ്ടെന്ന് പറഞ്ഞല്ലോ. മതം മാറ്റുന്നതിനെ കുറിച്ചാണോ എനിക്കറിയില്ല. അയാളുടെ സ്വഭാവം ശരിയല്ല. കാരണം എന്നതിന് പറയാന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് പെൺപിള്ളാരെ യൂസ് ചെയ്യുന്ന ആ ഒരു പരിപാടിയില്ലേ, അതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളോടും വീട്ടിലുള്ള ആളുകളോടും മോൾക്ക് ഇവനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിരുന്നോ? മനസ്സിലായില്ല, ഒന്നുകൂടെ ചോദിക്കോ? അതായത് മോളിപ്പോ ഇവനുമായിട്ട് നല്ല റിലേഷനിലാണല്ലോ, ആ സമയത്ത് വീട്ടുകാരോട് ഭയങ്കരമായിട്ട് ദേഷ്യവും അമർഷവും തോന്നിയിരുന്നോ? ഉണ്ടായിരുന്നു. കാരണം ഇവൻ തന്നെ എനിക്ക് ഒരു പറഞ്ഞു തന്നു. കാരണം എന്നെ ഞാൻ ഒരു കാര്യം ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല, എന്നെ എന്റെ വീട്ടിൽ നിമ്മി തെറ്റി ആ ഒരു സംഭവം. അത് എന്റെ വീട്ടിനെ കുറിച്ച് കുറ്റം എന്നോട് പറഞ്ഞു. നിന്നെ അവർക്ക് വേണ്ട, പിന്നെ നിന്റെ അമ്മ ഒരു അമ്മയാണോ, എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്ത് കാണിച്ച്? അതങ്ങനാ, നീ അങ്ങനെ അറിഞ്ഞാ മതി എന്നുള്ള രീതി എന്നോട് സംസാരിച്ചു. അതൊക്കെ പതുക്കെ എനിക്ക് എന്തോ ഇയാളുടെ മെസ്സേജ് അയപ്പിലൂടെ ഇയാളായിട്ടുള്ള റിലേഷൻ കൊണ്ടായിരിക്കണം ഞാൻ എന്റെ വീട്ടുകാരെ പോലും വെറുത്തു. മാമന്റെ അടുത്ത് പോലും ഭയങ്കര അകൽച്ചല്ല ഞാൻ നിന്നത്. അത് മാമനും നല്ല ഫീൽ ആയിട്ടുണ്ട്. എനിക്കിപ്പം ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. ഞാൻ സോറി പറഞ്ഞു എല്ലാവരോടും. ഇപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നല്ല സ്നേഹത്തോടെ നിൽക്കാം. ആ ഒരു 1 ഫെബ്രുവരി മുതല് ഒരു ജൂലൈ 3-ാം തീയതി വരെ ഞാൻ എന്റെ വീട്ടുകാരെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. നല്ല ദേഷ്യം. ഞാൻ എന്റെ ഞാൻ തെറ്റെന്ന് തന്നെ പറയും. കാരണം എന്റെ വീട്ടുകാരെ ഞാൻ അനുസരിക്കത്തില്ല എന്നല്ല, ഞാൻ അവരെ തള്ളിക്കളഞ്ഞേക്കുമായിരുന്നു, തള്ളിപ്പറയും. കാരണം അവരടുത്ത് വരുന്ന എനിക്ക് വെറുപ്പ്, അവരുടെ ദേഷ്യം. അനിയത്തിയെടുത്ത് പോലും ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം അനിയത്തി എന്ന് പറയുമ്പോൾ എന്റെ ഫ്രണ്ട്, നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ നിന്നൊരു കുഞ്ഞിനെ ഞാൻ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ വഴക്ക് പറയും, അവൾ അടുത്ത് വരുമ്പോൾ ഞാൻ അവിടുന്ന് എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവരെ എവിടെയെങ്കിലും കടയിൽ പോകാൻ പോലും എന്നെ വിളിച്ചാൽ ഞാൻ പോകത്തില്ലായിരുന്നു. അമ്മ എന്തിനാ നീ വിളിക്കുന്നത്? അമ്മ സാമ്യമായിട്ടൊരു സോഫ്റ്റ് കോർണറിലായിരിക്കും എന്നോട് സംസാരിക്കും. പക്ഷെ ഞാൻ നല്ല റൂഡായിട്ട് അമ്മയോട് പെരുമാറുമായിരുന്നു ആ സമയത്ത്. മോളെ ഇവൻ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ചപ്പോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോ മോൾ അവന് വേണ്ടിയായിരുന്നു ഇത്രയും നാള് ജീവിച്ചത്? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം എനിക്കറിയാം വീട്ടുകാര് എല്ലാരും എനിക്ക് വേണം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കിതൊന്നും ആരോടും പറയാൻ പറ്റാത്തൊരു ഇത് വന്നു. കാരണം സ്കൂളിൽ എനിക്ക് ആരോടും പറയാൻ പറ്റൂല, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റത്തില്ല, വീട്ടുകാരോട് പറയാൻ പറ്റില്ല. കാരണം ഇയാളുടെ ഭീഷണി അത്രയ്ക്കും ഇതായിരുന്നു. സത്യം, അത്രയ്ക്കും ഒരു മോശപ്പെട്ട രീതിയിൽ. കാരണം എന്തോ കൊല്ലും, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തത്. അതല്ല മരിക്കണമെന്ന് പറഞ്ഞല്ലെങ്കിൽ
എനിക്കറിയത്തില്ല, മനഃപൂർവ്വം ഞാനത് ചെയ്തതല്ല. ഓക്കെ, എനിക്കിത് മനസ്സിലാകുന്നു. മോൾ എപ്പോഴെങ്കിലും ബ്രേക്കപ്പിന് ശ്രമിച്ചിരുന്നോ? 2 തവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇയാള് സമ്മതിച്ചിട്ടില്ല. മോൾ എന്ത് ചെയ്തു? വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്ത് അവനെ ഒഴിവാക്കി, ഇനി റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞു പോയോ? ഞാൻ ബ്ലോക്ക് ചെയ്തു, പക്ഷെ അത് കൂട്ടുകാര് വഴി എനിക്ക് മെസ്സേജ് അയക്കും, വേറെ അക്കൗണ്ട് വഴി എനിക്ക് മെസ്സേജ് അയക്കും, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. വെറും ഒരു സൗഹൃദത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിയെ വിലക്കെടുക്കുന്ന ആള് നാളെ ഇവന്റെ കൂടെ ആയാൽ ഇവൻ എങ്ങനെയായിരിക്കും എന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചോ? ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ റിലേഷൻ വേണ്ടാന്ന് ഞാൻ വെക്കുന്നത്. ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മോളെ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മോൾ ഒരു എക്സ്ട്രാ ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. വളരെ നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്നത്. എനിക്ക് ഒരുപാട് ചാറ്റിൽ വന്നുകൊണ്ടിരിക്കുക. ലൈവ് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ്. 50,000 ആളുകൾ ലൈവിൽ നിന്ന് കാണുകയാണ് നമ്മുടെ ഈ മോളുടെ സംസാരം. അതുകൊണ്ട് എല്ലാവരും പറയുന്നു എക്സ്ട്രാ ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടിയാണെന്ന്. കാരണം അവന്റെ വലയിൽ വീണില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നോ പറയേണ്ടടുത്ത് കൃത്യമായിട്ട് നോ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ക്യാരക്ടർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ മോളെ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വലിയ താമസമൊന്നുമില്ല, സിമ്പിളാണ്. കാരണം നമ്മൾ അവന്റെ കസ്റ്റഡിയിലാണ്, കൺട്രോളിലാണ് എന്ന് മനസ്സിലായാൽ തന്നെ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. നീ എങ്ങാനും ഒരു അബദ്ധത്തിൽ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഈ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കുമായിരുന്നില്ലേ? അതങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിനിപ്പം ഞാൻ നല്ലോണം റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് നിന്നെ കൺവിൻസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, വീട്ടിൽ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ മോള് കൃത്യമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവന് മനസ്സിലായി ഞാൻ പറയുന്നത് പോലെ കേൾക്കുമെന്ന്. അതേപോലെ വീട്ടിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പിന്നീട് ഇതുപോലെ കൺവിൻസ് ചെയ്യാനും ക്യാൻവാസ് ചെയ്യാനും വരുമായിരുന്നില്ല. ശരി, പോലീസ് സ്റ്റേഷനിൽ പോകണം, കേസ് കൊടുക്കണം എന്ന് തോന്നിയത് എപ്പോഴാ? കേസിലേക്ക് പോകണം, കാരണം ഇയാളുടെ ക്യാരക്ടർ ഒക്കെ മനസ്സിലായി. ഈ ഒരു സിറ്റുവേഷന് ശേഷം പലരും ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ ഇയാളുടെ ക്യാരക്ടർ പറഞ്ഞു. ഇയാളും ഈ മറ്റു പെൺകുട്ടികളുടെ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാളുടെ ക്യാരക്ടർ അത്രയ്ക്ക് മോശമാണെന്ന് മനസ്സിലായി. അപ്പം എന്റെ ഒരു സ്ഥിതി, അതായത് ഞാൻ കിടന്ന് അനുഭവിച്ച കണക്കും ഇപ്പൊ എന്തായാലും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെങ്കിലും എനിക്ക് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. ചിലപ്പോ ഇനി അവന്റെ ലൈഫിൽ വരുന്ന കുട്ടിക്ക് എന്നെക്കാട്ടിലും മോശം അവസ്ഥയാണെങ്കിൽ അത് ചിലപ്പോ സൂയിസൈഡിന്റെ അറ്റംപ്റ്റ് നടത്തി ചിലപ്പോ അത് എന്തായാലും പറ്റി തന്നെ വരും. അപ്പൊ എന്റെ ഒരവസ്ഥ വേറൊരു പെൺകുട്ടികൾക്ക് വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞതും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും. വളരെ താങ്ക്സ് മോളെ, ഇത്രയും നമ്മളോട് കോപ്പറേറ്റ് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആകാൻ തീരുമാനിച്ചു, അവനെ ബ്ലോക്ക് ചെയ്തു, പിന്നീട് അവൻ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടും അതിനെ ഓവർകം ചെയ്താണ് കേസിന് പോയത് അല്ലേ? ഓക്കെ. കേസ് കൊടുത്തതിന് ശേഷം അവനോ അവന്റെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഏതെങ്കിലും രൂപത്തിൽ മോളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നല്ല രീതിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ, ഏത് സോഴ്സിൽ നിന്ന്? അവൻ നേരിട്ടായിരുന്നോ? അത് സംഭവം ഇയാളുടെ വീട്ടിലെ കുടുംബത്തിലെ ആരൊക്കെയോ എന്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോള് പെൺകുട്ടിയാണ്, നിങ്ങളുടെ മോളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്ന, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഞങ്ങളുടെ ആൺകുട്ടിയാണ്, അവന് 2 വർഷം കഴിയുമ്പോ തലയൂരി പോവാം, അത് കണക്കുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾക്ക് പേടിയുണ്ടോ? എനിക്ക് ആ സമയത്തൊക്കെ നല്ല പേടിയുണ്ട്. അപ്പൊ ഞാനും അമ്മയോട് പറഞ്ഞു, അമ്മ അത് വേണോ എന്നുള്ള രീതി ഞാൻ നിന്നു. പിന്നെയും മനസ്സിലാക്കി എന്തിനാ പിന്മാറുന്നത് എന്നുള്ള രീതി തന്നെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പേടിയുണ്ടോ? ഇല്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? മറ്റുള്ളവരെ പേടിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? മോള് ഇത് നമ്മുടെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധ കപൂർ എന്നും അഫ്താബ് അമീൻ എന്നും ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കണം. ശ്രദ്ധ അഫ്താബ്. ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയായിരുന്നു. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ എന്തോ പഠിച്ച പെൺകുട്ടിയാ. ഈ ചെക്കൻ ഇതുപോലെ തന്നെ പാറയുടെ മുകളിൽ കയറുക, ആത്മഹത്യ ചെയ്യുമെന്ന് പറയുക, അങ്ങനെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ വലയിലാക്കി ഒടുവിൽ ആ പെൺകുട്ടിയെ 35 കഷ്ണമാക്കി ഫ്രീസറിൽ വെച്ചിരുന്നു. അവനെ പേടിച്ചിട്ട് ഈ പെൺകുട്ടി ഇതാരോടും പറഞ്ഞില്ല.
പെൺകുട്ടി നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഫാമിലി മെമ്പർ ആയിരുന്നു. ഒരു പക്ഷെ ആ പെൺകുട്ടി നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും ഊരി വരാൻ പറ്റുമായിരുന്നു. മോൾ എത്ര ലക്കിയാണെന്നറിയാമോ? ഇവന്റെ ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ അതിന് നിന്നു കൊടുക്കാതെ ഊരി വന്നല്ലോ. ഇനിയും ഇതുപോലെ ആരെങ്കിലും ചാറ്റ് ചെയ്താ വീഴുവോ? ഇല്ല ഇല്ല ഇല്ല, കാരണം ഇതൊരു എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ചതിക്കുഴിയിൽ ഞാൻ വീണിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാലും രക്ഷപ്പെടുമ്പോ ഇനി ഞാൻ അതിനെ ശ്രമിക്കൂല. ഒരു നല്ല എക്സ്പീരിയൻസ് ആയില്ലേ ഇപ്പോ? നല്ല എക്സ്പീരിയൻസ്. ഈ 5 മാസം അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യന്മാരെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നമ്മൾ കാണുന്നതിനപ്പുറം ചില മനുഷ്യരും ലോകവും ഒക്കെ ഉണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്ത ടൈമായിട്ട് കൂട്ടിയാൽ മതി അതിനെ. ഓക്കെ ഓക്കെ, എന്തായാലും ഇത് തുറന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആണ്. ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല, ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകും, പേടിക്കേ വേണ്ട. മോളെ, ഇന്ന് നമുക്ക് ജീവിക്കാൻ ഒരിടത്തും മതത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? എല്ലാം സ്വകാര്യതകളാണ്. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി അല്ലേ? എന്തായിരുന്നാലും മോളെ, ആന്റിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ടീമിലെ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ മോളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനൊരു അവസരം കൊടുക്കണേ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. പ്രേമേട്ടനുണ്ടോ? ഞാനുണ്ട്.